ഹലോ വിവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇന്ന് 6th May ആണ്. ഞാൻ കാണിക്കുന്നത് ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ്. നല്ലൊരു എൻട്രി ആയിരുന്നു സോഫ്റ്റ്. രാവിലെ നമുക്ക് വന്നത് ഇന്ത്യൻ ടൈം 4:30യോടെയാണ് ഈ ഒരു എൻട്രി വന്നത്. അതിപ്പോഴും കണ്ടിന്യൂ. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 12:15 അപ്പോൾ നമുക്ക് രാവിലെ വന്ന ബൈ എൻട്രിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് എല്ലാ വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നിങ്ങളൊരു ഫോറക്സ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് നിൽക്കുന്ന MD4ലാണ്, മെറ്റാറ്റയുടെ 4ലാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കർ ഏതാണോ, MD4 MD5 ഏതാണോ, ഇതിലെ സിഗ്നൽ നോക്കിയിട്ട് നമ്മുടെ ബ്രോക്കറിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് പോയി ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിലൊരു 80-90% ആക്യുറേറ്റ് ആണ്, കൺഫേം ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലെ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വന്ന ബൈ എൻട്രി നോക്കാം. ഈ ആരോ വരുമ്പോഴത്തേക്കും നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നോട്ടിഫിക്കേഷൻ വരും ആ സെയിം ടൈമിൽ. അപ്പോൾ ഈ എൻട്രി വരുമ്പോൾ അതേ ഡീറ്റെയിൽസ് അലർട്ട് മെസ്സേജിൽ ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിലും ഉണ്ടാവും. കൺഫേം ആണെന്ന് നോക്കിയ ശേഷം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സോഫ്റ്റിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ? ഏത് മാർക്കറ്റാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ആൻഡ് വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അതുപോലെ എൻ്റെ ഓഫീസ് വരുന്ന ചേർത്തലയാണ്, ആലപ്പുഴ ചേർത്തല, KSRTC സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ സിഗ്നൽ രാവിലെ നമുക്ക് 4:30 വന്ന്, അപ്പോൾ നമ്മളത് കൺഫേം ആണെന്ന് നോക്കുക. കൺഫർമേഷൻ 2 കൺഫർമേഷൻ ഉള്ള ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലാണ് ഓരോ ബാർ ഫോം ചെയ്യുന്ന. സിഗ്നൽ വരുമ്പോൾ ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അത് ഗ്രീൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കുക, അവിടെ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്തായി ട്രേഡ് വന്നിരിക്കുന്ന ആ റെസിസ്റ്റൻസിന് എടുക്കാന്ന് വെച്ചാൽ അവിടെ ഒരു അപ്പ് മൂവ്മെന്റ് എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് എടുത്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ വേണമെന്നില്ല കേട്ടോ. പ്രൈസോടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അവിടെ നിന്നൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. നമ്മളൊരു പ്രോഫിറ്റ് വന്ന ശേഷം മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഇതുപോലൊരു വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഇല്ലേ, റെഡ് സ്റ്റാർ, അതിനെ ബ്രേക്ക് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഒരു റീ എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇനിയും മാർക്കറ്റ് കയറി തന്നെ പോകും. അപ്പോൾ ഇപ്പോൾ കറന്റ് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് എത്ര P&L ആണെന്നുള്ള ഇവിടെ എഴുതി കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ? കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.